ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ പ്ലസ് വൺ ഫിസിക്സ് പബ്ലിക് എക്സാമായി ബന്ധപ്പെട്ട് നമ്മൾ പ്ലസ് വൺ ഫിസിക്സിൽ ഇപ്പോഴത്തെ മൂന്നാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ ടു ഡയമെൻഷൻ അല്ലെങ്കിൽ മോഷനെ പ്ലെയിനിലെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും ഞാൻ ഈ ഒരു സിംഗിൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറിയാം. തൊട്ടുമ്പത് വീഡിയോസ് കാണാത്തവരാണ് അത് കണ്ടിട്ട് വരിക കേട്ടോ. കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സീരിയസ് ആയിട്ടാണ് പോകുന്നത്. കാരണം ഇനി എന്ത് പഠിച്ചൊരു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന കുട്ടികളാണ് മക്കളെ. ഇതിൻ്റെ ഇടയിൽ റെയർ ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സിൽ ലെവൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഒന്നും പഠിക്കാത്തൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഞാനിവിടെ ഇമ്പോർട്ടൻറ്റ് പറയുന്ന കുറേ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോക്കണം, ഇത് നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് എടുത്ത് പറയുന്നുണ്ട്. അത് മാത്രം പഠിച്ചിട്ട് പോവുക. ക്ലിയർ ആണ്. ഇനി ആവറേജ് ഉള്ള കുട്ടികളാണെങ്കിലോ ഈ സ്റ്റെപ്പിനെ പഠിച്ചിട്ടില്ലല്ലേ, ഈ ഡെറിവേഷൻ, ഈ പ്രോബ്ലം ഉണ്ടല്ലോ, എല്ലാം ഉണ്ട് കേട്ടോ. പ്രോബ്ലംസ് ഉണ്ട്, വൺ വേർഡ് സെഷൻസ് ഉണ്ട്, എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്കുള്ള വർക്ക് ചെയ്യാനുള്ള ഹോം വർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ റെയർ ക്വസ്റ്റ്യൻ, ചാൻസ് ഉള്ള റെയർ ക്വസ്റ്റ്യൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തുള്ള സെറ്റാണ്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ടൈം കളയുന്നില്ല, പെട്ടെന്ന് എന്ത് ചെയ്യാണ്, വീഡിയോയിലേക്ക് കിടക്കുകയാണ്, ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. കറക്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. വേണ്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഡെറിവേഷൻസ് ഞാൻ എടുത്ത് പറയില്ല. അപ്പോൾ പ്ലെയിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ക്ലാസ് ആയി ഡെറിവേഷൻസ് മക്കളെ ഞാൻ ഇവിടെ ചെയ്യില്ല കേട്ടോ. അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഐ ബട്ടൺ വരുന്നുണ്ട്. ബട്ട് ഐ ബട്ടൺ വന്ന് ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ആ ഡെറിവേഷൻസ് പഠിക്കാത്തവരാണെങ്കിൽ ആ കംപ്ലീറ്റ് ഇൻസൈഡിൽ ഡെറിവേഷൻ ആ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, ക്വസ്റ്റ്യൻ ഫോർമാറ്റാണ് കൊടുക്കുന്നുണ്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ടൈം ഓഫ് ഫ്ലൈറ്റ്. പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്ന ആ ഭാഗം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വരുന്ന ആളാണ് ആര്, നമ്മുടെ മൂന്നാൾക്കാരൊക്കെ. ഏതൊക്കെ, ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പോൾ നമ്മളിവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന സംഭവം മൂന്ന് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഞാൻ അത് കൊടുത്തു എന്നേ ഉള്ളൂ. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷനെ പഠിക്കേണ്ടത്. അപ്പോൾ പ്രൊജക്റ്റൈൽ മോഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ മോഡൽ എക്സാം കഴിഞ്ഞപ്പോഴും ഇത് വന്നതാണ്. ഓക്കെ, അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ചാപ്റ്ററിൻ്റെ ഓവറോൾ ഔട്ട്ലൈൻ വെയിറ്റേജസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാണണേ. തൊട്ടുമ്പത് വീഡിയോസ് കാണാത്തവർ നിർബന്ധമായിട്ട് കണ്ടിട്ട് വരിക. കാരണം നിങ്ങൾക്ക് അതിൻ്റെ കണ്ടിന്യൂറ്റി മനസ്സിലാവില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഞാൻ തൊട്ടുമ്പത് കുറേ കാര്യങ്ങൾ ഓഡിയോ നോട്ട്സായിട്ട് പറയും, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഇക്വേഷൻ മാത്രം എഴുതാണ് മക്കളെ. എന്താണ് ടീൻ്റെ ഇക്വേഷൻ, 2u sin θ ഡിവൈഡഡ് ബൈ ജിയുടെ ആ ഡെറിവേഷൻ കേട്ടോ. ആ ഡെറിവേഷൻ പഠിച്ചില്ലേ, നമ്മളെ പ്രൊജക്റ്റൈലിൻ്റെ ആ ഫിഗർ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണേ. ആ ഫിഗർ അതിൽ റെവല്യൂഷൻ കീറി മുറിക്കുന്ന വെക്ടേഴ്സിനെ, ഇനീഷ്യൽ വെലോസിറ്റിൻ്റെ വെക്ടറിനെ കമ്പോണൻ്റ് ആക്കുന്ന കാര്യങ്ങൾ, എക്സ് കമ്പോണൻ്റ് ആരാ, വൈ കമ്പോണൻ്റ് ആരാണ്, ഇനീഷ്യൽ വെലോസിറ്റി എക്സ് കമ്പോണൻ്റ്, വൈ കമ്പോണൻ്റ്, അതുപോലെ ഫൈനൽ വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻ്റ്, വൈ കമ്പോണൻ്റ്, ആക്സിലറേഷൻ്റെ എക്സ് കമ്പോണൻ്റ്, വൈ കമ്പോണൻ്റ്, ഫോഴ്സിൻ്റെ എക്സ് കമ്പോണൻ്റ്, വൈ കമ്പോണൻ്റ്, അതുപോലെ ഹയസ്റ്റ് പോയിന്റിൽ എന്താണ് വെലോസിറ്റി ഉണ്ടാവുക, ഹയസ്റ്റ് പോയിന്റിൽ കൈനറ്റിക് എനർജി എത്താം. ഇങ്ങനെയുള്ള ഞാൻ ഡെറിവേഷൻസ് വരുന്ന കാര്യങ്ങൾ ഞാൻ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ ഈ ഫൈനൽ ഇക്വേഷൻ മാത്രമേ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുള്ളൂ. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ T = 2u sin θ by g. ഇനി മാക്സിമം ടൈം ഓഫ് ഫ്ലൈറ്റ് ആണെങ്കിലോ നമ്മൾ ഈ sin θ ഒഴിവാക്കിയാൽ മതി. അപ്പോൾ T max 2u by g. അങ്ങനെ മാക്സിമം ടൈം ഓഫ് ഫ്ലൈറ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. എപ്പോഴും നിങ്ങൾ ഹൊറിസോണ്ടൽ റേഞ്ച് 45 ഡിഗ്രി ഇത് പഠിച്ചിട്ടോ. അതുപോലെ ട്രാപ്പുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് മക്കളെ, ഈ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് പഠിച്ചോ. ഏത് ലെവൽ വന്നു കഴിഞ്ഞാലും ഈ വീഡിയോ കണ്ടവർക്ക് ഷുവർ അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാകും എന്നുള്ള ഗ്യാരണ്ടി ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ നിർബന്ധിക്കില്ല, നിങ്ങൾക്ക് ഫുള്ള് വേണോ, നല്ല മാർക്ക് വേണം, നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ബട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൽ അറിയാത്തവരൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. പിന്നെ അവർ ഇഷ്ടപ്പെടുന്ന ജോയിൻ ചെയ്യട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷനാണ് 2u by g. എപ്പോഴാണ് അത്, θ = 90 ഡിഗ്രി. എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ θ = 90 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടാവണം. മാക്സിമം വാല്യൂ 2u by g. എപ്പോഴും 45 ഡിഗ്രി അല്ല. മാക്സിമം ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ് കേട്ടോ. ഓക്കെ ആണോ? ഇതാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, മാക്സിമം ഹൈറ്റ് പ്രൊജക്റ്റയിൽ തന്നെ അടുത്തത് 3 ഇമ്പോർട്ടൻ്റ് ഒരു ഡൗട്ടില്ല. മാക്സിമം ഹൈറ്റിൻ്റെ ഡെറിവേഷൻ ഫൈനൽ ഇക്വേഷൻ മാത്രം ഇവിടെ ഹൈലൈറ്റ് ചെയ്യാണ്. പറഞ്ഞു കിട്ടുന്നുണ്ടല്ലോ, h = u² sin² θ ഡിവൈഡഡ് ബൈ 2gയുടെ ഡെറിവേഷൻ. ഈ ഇക്വേഷൻ്റെ ഡെറിവേഷൻ മക്കളെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. നമ്മൾ v² = u² + 2as വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നില്ലേ ആ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ടാവണം മക്കളെ. അപ്പോൾ ഈ ഇക്വേഷനാണ് ഫൈനൽ ആൻസർ. മാക്സിമം എന്ന് പറയുമ്പോൾ ആരുണ്ടാവില്ല, ഈ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആയിട്ടുള്ള സൈൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ എച്ച് മാറിയിട്ട് ആരാകൂടാ, എച്ച് മാക്സ് ആവും. എച്ച് മാക്സ് = u² by 2g. മാക്സിമം ഹൈറ്റ് കിട്ടുന്ന ആംഗിളും 90 ഡിഗ്രി ആണ് കേട്ടോ. ആ രണ്ട് കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഈ മൂന്നാമത്തെ ആൾ ആര് മാത്രമേ ഉള്ളൂ, ഹൊറിസോണ്ടൽ റേഞ്ച്. ഞാൻ ഇതിന് ഇൻസൈഡിലെ ഓർഡർ തന്നെയാണ് പോകുന്നത്. ഞാൻ വേണ്ട കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തതിന് കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ടോപ്പിക്ക് ഹൈലൈറ്റ് ചെയ്ത് റെഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഡെറിവേഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നോ ഡൗട്ട്. r = ഏതാണ് ഇക്വേഷൻ, u²
സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. തൊട്ട് മുമ്പത്തെ ഇക്വേഷൻ എച്ച് ഇസ് ഈക്വൽ ടു വരാ യു സ്ക്വയർ സൈൻ സ്ക്വയർ ആണ്. ഞാൻ സൈൻ സ്ക്വയർ തന്നെ പറഞ്ഞു എനിക്ക് ഓർമ്മ. സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഇവിടെ ആണെങ്കിലോ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ ഇതിൻ്റെ ഡെറിവേഷൻ, ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഡെറിവേഷൻ പഠിക്കണം. ഡെറിവേഷൻ്റെ കേസ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണും കേട്ടോ. ഡെറിവേഷൻ്റെ കേസ് കാണാത്തവരുണ്ടെങ്കിൽ അത് പഠിക്കാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പഠിക്കണം മക്കൾ. ഇക്വേഷൻ മാത്രം കാര്യമില്ല, പ്രോബ്ലംസ് ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. വൺ വേർഡും നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും റെയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മാക്സിമം റേഞ്ച് ആണെങ്കിലോ മാക്സിമം റേഞ്ച് ആണെങ്കിലോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഒഴിവാക്കുക. അങ്ങനെയാണെങ്കിൽ ആറ് മാറിയിട്ട് ആരാകൂടാ ആർ മാക്സ് ഇസ് ഈക്വൽ ആരാകും യു സ്ക്വയർ ബൈ ജി ആകും. അപ്പോൾ എച്ച് മാക്സ് എന്താ യു സ്ക്വയർ ബൈ 2g ആണ്. ആർ മാക്സ് എന്താ യു സ്ക്വയർ ബൈ ജി ആണ്. അപ്പോൾ തന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ എച്ച് മാക്സ് ആൻഡ് ആർ മാക്സ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ. അതെന്താണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ കമൻറ്റ് എന്നാൽ എനിക്കുള്ള സപ്പോർട്ടാണ് കേട്ടോ. അതുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നതിനെ പറയുന്നത്. കാരണം നിങ്ങൾ എന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, വേണമെന്ന് ആഗ്രഹിച്ച് ഞാൻ എന്തെങ്കിലും ടൈമിനനുസരിച്ച് നോക്കി കണ്ട് നിങ്ങൾക്ക് എന്നെ സെറ്റാക്കി തരാം കേട്ടോ. ഓക്കെ. അങ്ങനെ മാക്സിമം മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ ആംഗിൾ എത്ര? ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 45 ഡിഗ്രി. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, എപ്പോഴും ശ്രദ്ധിക്കണം. 45 മാത്രം കേസ് തന്നെ വരണമെന്നില്ല. റേഞ്ച് ചോദിച്ചാൽ 45, ഹൈറ്റും ടൈം ഓഫ് ഫ്ലൈറ്റും മാക്സിമം ചോദിച്ചു കഴിഞ്ഞാൽ അത് 90 ഡിഗ്രിയാണ് കേട്ടോ. മാറിപ്പോവല്ലേ. റേഞ്ചാണ് എപ്പോഴും ചോദിക്കാറുള്ളത്, അതൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതാണ് പ്രൊജക്റ്റൈൽ മോഷൻ്റെ 3 ഡെറിവേഷൻസ് തന്നെയാണ്. അതിൻ്റെ മാക്സിമം വാല്യൂ അറിഞ്ഞിരിക്കുക. പിന്നെ ആ ഫിഗർ വരച്ചിട്ട് റെസൊല്യൂഷൻ, ചിലപ്പോൾ ഫിഗർ കംപ്ലീറ്റ് ആക്കാനാലും ഫിഗർ വരച്ചിട്ട് ആ കമ്പോണൻറ്റ് ഫോമിലും കമ്പോണൻറ്റ് റെസൊല്യൂഷൻസ് ഓഫ് വെക്റ്റേഴ്സ് ഒക്കെ ചെയ്യേണ്ട കേസൊക്കെ പഠിച്ചിട്ടുണ്ടാവണേ. ഞാൻ പറഞ്ഞു അതിൻ്റെ കേസാണ് വീണ്ടും പറയുന്നു. ആ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കാതെ മുമ്പോട്ട് പോവല്ലേ. ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രൊജക്റ്റൈൽ മോഷൻ തന്നെയാണ്. എത്ര മാർക്കാണ് വരിക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എക്സ്പ്രഷൻ ഫോർ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. ഇത് ഓൾറെഡി ചെയ്തതാണ്. ഡെറിവേഷൻസ് എല്ലാം ഓൾറെഡി ചെയ്ത് കഴിയുന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ വാരി വലിച്ച് വീണ്ടും ലെങ്തി ആക്കുന്നില്ല. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ നമ്മൾ യൂണിഫോം സർക്കുലർ മോഷനെ പ്ലെയിന് നല്ലൊരു എക്സാമ്പിളാണ് സർക്കുലർ മോഷൻ. 2 ഡയമെൻഷനൽ എക്സാമ്പിളാണ് സർക്കുലർ മോഷൻ, പ്രൊജക്റ്റൈൽ മോഷൻ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്താണ് നമ്മൾ യൂണിഫോം സർക്കുലർ മോഷൻ്റെ സാറ്റലൈറ്റ് റിവോൾവിങ്സ് കേസ് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ യൂണിഫോം സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അതിന് എക്സാമ്പിളാണ്. അപ്പോൾ അവിടെ വരുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഒരാൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ, മറ്റൊരാളാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ്റെ ആ ഡെറിവേഷനാണ് ചെയ്യേണ്ടത്. മസ്റ്റായിട്ട് പഠിക്കണം മക്കളെ. ഞാൻ പ്രൊജക്റ്റൈൽ കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് അത് യൂണിഫോം സർക്കുലർ മോഷനാണ്. പറയുന്നത് ശ്രദ്ധിച്ച്, ഞാൻ പ്രൊജക്റ്റൈൽ കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് യൂണിഫോം സർക്കുലർ മോഷനിലെ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ v²/r, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഒമേഗ പറയുകയാണെങ്കിൽ ω² r. ഇവൻ്റെ ഡെറിവേഷനാണ്. മക്കൾ നിർബന്ധമായിട്ടും ഈ ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഡെറിവേഷൻ വേണ്ടവർ ആ പ്ലേ ലിസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എന്നിട്ടും ഡൗട്ട് ഉണ്ട് നിങ്ങൾ ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഫ്രീ ആവുന്നതനുസരിച്ച് നോക്കിയിട്ട് ഞാൻ മാക്സിമം കമൻറ്റ് റിപ്ലൈ തരാൻ നോക്കാറുണ്ട്. എല്ലാം പറ്റുമെന്ന് അറിയില്ല, മാക്സിമം റിപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് പഠിക്കുക. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ അതിൻ്റെ കോൺസെപ്റ്റ് 1 വേർഡ് സെഷൻസ് ഉണ്ട്, അത് വരുന്നുണ്ട്. കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് കുറച്ച്. ഓക്കെ, ആരാണ് അവിടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് എന്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവുക? അത് സ്പീഡാണ്. അതിൻ്റെ ഇടയിൽ പറയുകയാണ് കേട്ടോ. യൂണിഫോം സർക്കുലർ മോഷനിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആണ്, കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആണ്, ആംഗുലാർ വെലോസിറ്റി 1 വേർഡ് സെഷൻ പ്രീവിയസ് വന്നെയാണ്. മക്കളൊന്ന് നോട്ട് ചെയ്യട്ടോ. യൂണിഫോം സർക്കുലർ മോഷനിൽ താഴെ 4 ആൾക്കാർ തന്നിട്ടുണ്ട്. ഇതിൽ ഒരാൾ കോൺസ്റ്റൻ്റ് അല്ല, അതാരാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആരൊക്കെയാണെന്ന് പഠിച്ചു നോക്ക്. ഒന്ന് സ്പീഡാണ്, മറ്റൊന്ന് കൈനറ്റിക് എനർജിയാണ്, മറ്റൊന്ന് ആംഗുലാർ വെലോസിറ്റിയാണ്, അല്ലെങ്കിൽ ആംഗുലാർ സ്പീഡാണ്. നോട്ട് ചെയ്തല്ലോ. ഓക്കെ, അപ്പം അവിടെ ചോദിച്ച സമയത്ത് മൊമെൻറ്റം ഉണ്ടായിരുന്നു. ഓപ്ഷൻ ബി ആണ് എനിക്ക് തോന്നുന്നു. മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് അല്ല കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യൻ. ദെൻ ഗോയിങ് ടു 5ാമത്തെ ക്വസ്റ്റ്യൻ. അതെന്താ? ചാപ്റ്റർ ആദ്യ ഭാഗത്തുള്ള വെക്റ്റർ അഡീഷൻ. 2 ആൾക്കാരുണ്ട്. ഒന്ന് ട്രയാങ്കുലാർ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ, മറ്റൊന്ന് പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. പിന്നെ ക്വസ്റ്റിൻ്റെ ഫോർമാറ്റും കൂടി കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ടൈപ്പ് ചെയ്തത്. അപ്പോൾ ട്രയാങ്കുലാർ ലോയും പാരലലോഗ്രാം ലോയും നിങ്ങൾക്കറിയാം. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ട്രയാങ്കുലാർ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ, ഇഫ് 2 വെക്റ്റേഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദ 2 sides ഓഫ് എ ട്രയാങ്കിൾ taken in the same order, then their resultant is represented by the third side of the triangle taken in the ഓപ്പോസിറ്റ് ഓർഡർ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഈ ഒരു ഫിഗർ വരക്കേണ്ട കേസൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ട്രയാങ്കുലാർ ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ദെൻ അതിൻ്റെ കൂടെ തന്നെ പാരലലോഗ്രാം ലോയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പാരലലോഗ്രാം ലോ എന്താണ്, ആ ഫിഗറും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ആ സ്റ്റേറ്റ്മെൻറ്റും പഠിച്ചു വെക്കുക. സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാൻ നിൽക്കുന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് പാരലലോഗ്രാം. ഓക്കെ ആണോ? അപ്പോൾ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ചോദിച്ചത്. പാരലലോഗ്രാം ആണ് റിസൾട്ടിൻ്റെ വെക്റ്റർ, അത് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ സ്റ്റേറ്റ് ചെയ്യേണ്ട കേസ് മാത്രമാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക.
അതുപോലെ തന്നെ ഞാൻ നോട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, സ്റ്റഡി ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ ഈ നോട്ട്സിനെ പിന്നെ ഇവിടെ ഉപയോഗിക്കുന്ന സ്ലൈഡുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്താൽ മതി. ഇൻ കേസ് അറിയാത്തവരും ജസ്റ്റ് ഒന്ന് പറയാട്ടെ നോട്ട്സ് വേണം, ഓക്കെ, ആ ഒരു കേസ് പറഞ്ഞാൽ മതി, നമുക്കത് എന്ത് ചെയ്യാം, അതിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുവർലി ഞാൻ സപ്പോർട്ടാക്കി തരാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനെ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിസൾട്ടൻ്റ് വെക്റ്റർ. അത് തന്നെയല്ലേ മക്കളെ തൊട്ട് മുമ്പ് പറഞ്ഞ പാരലലോഗ്രാമിൻ്റെ ഡെറിവേഷൻ. ആ ഡെറിവേഷൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഫൈനൽ ഇക്വേഷൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് വെക്റ്റർ ആണ് √(a² + b² + 2ab cos തീറ്റയുടെ ഈ ഡെറിവേഷൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് രണ്ട് വെക്റ്ററുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടൻ്റ് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് മോഡുലസ് ആർ വെക്റ്റർ, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ ആർ എന്ന് വിളിക്കും. അതിൻ്റെ ഇക്വേഷനാണ് ഞാൻ ഇവിടെ എഴുതിയ √(a² + b² + 2ab cos തീറ്റ. മക്കൾ നിങ്ങൾ ഇതിൻ്റെ ഡെറിവേഷൻ മസ്റ്റ് സ്റ്റഡി വരുന്നതാണ്. മസ്റ്റ് സ്റ്റഡിയാണ്. ഒന്നും പഠിക്കാത്ത കുട്ടികളാണ് മക്കളെ, നിങ്ങളിത് നോക്കിയിട്ട് പോകണടാ, പണി ആവുകയെ. പ്രൊജക്റ്റൈൽ മോഷനും സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ്റെ ഡെറിവേഷനും പാരലോഗ്രാം, ഇതിൽ നിന്ന് ഷുവർലി നിങ്ങൾക്ക് ഒരു 4-5 മാർക്ക് കിട്ടൂടാ, 100% കിട്ടൂടാ. ഓക്കെ, ഇത് പഠിക്കാതെ പോവല്ലേ. പിന്നെ ഇനി ഫുള്ള് പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ മക്കൾ നിങ്ങൾ ആൽഫേൻ്റെ ഇക്വേഷനിലെ tan ഇൻവേഴ്സ് ഓഫ് b sin θ/a + b cos തീറ്റയുടെ ആ ഡെറിവേഷൻ കൂടി, ആ 2 സ്റ്റെപ്പും കൂടി ഇല്ലേ, അത് നോക്കിക്കണം. ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടിയാണെങ്കിൽ, അത് റെയറാണ്, ബട്ട് നിങ്ങൾ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടിയാണെങ്കിൽ ഷുവർ അതും കൂടെ നോക്കട്ടോ. ഇതേ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് പോവുകയാണ്. ഒരു പ്രോബ്ലമാണ്. എ ക്രിക്കറ്റ് ബോൾ ഈസ് ത്രോൺ അറ്റ് എ സ്പീഡ് ഓഫ് 28 m/s. പ്രൊജക്റ്റൈൽ നിന്നുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യമാണ് അവിടെ തന്നിരിക്കുന്നത്. 28 m/s ഒരു ക്രിക്കറ്റ് ബോൾ ത്രോ ചെയ്തു ഇൻ എ ഡിറക്ഷൻ 30 ഡിഗ്രി എബവ് ദ ഹൊറിസോണ്ടൽ. ഓക്കെ, 30 ഡിഗ്രി ഹൊറിസോണ്ടൽ. ഓക്കെ, നോക്കുന്ന സമയത്ത് 30 ഡിഗ്രി ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ മേക്ക് ആംഗിൾ ആണ് 30 ഡിഗ്രി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്നിട്ട് എന്താ ചോദിക്കുന്നത്, കാൽക്കുലേറ്റ് 3 ക്വസ്റ്റ്യൻ ഉണ്ട്. മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കണം, ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു റിട്ടേൺ ടു ദ സെയിം ലെവൽ പറഞ്ഞു വരുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. കണ്ട ക്വസ്റ്റ്യൻ ടൈം ഓഫ് ഫ്ലൈറ്റ് ചോദിച്ചാൽ മതി, പക്ഷേ ഇങ്ങനെ വാരി വലിച്ച് നീട്ടി നിങ്ങളെ കൺഫ്യൂഷൻ എടുപ്പിക്കും. എൻ്റെ എക്സാം വളർന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ മോങ്ങാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കും, നിങ്ങളെ സങ്കടപ്പെടുത്താനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കും. നിങ്ങളത് വിടാൻ പാടില്ല, നിങ്ങൾ സങ്കടപ്പെടില്ലെന്ന് ഉറപ്പിക്കണം. ഓക്കെ, അതിനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് എന്നെ പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഓക്കെ, സി പാർട്ട് ആണെങ്കിലോ ഡിസ്റ്റൻസ് ഫ്രം ദ ത്രോവർ ടു ദ പോയിന്റ് വെർ ദ ബോൾ റിട്ടേൺസ് ടു ദ സെയിം ലെവൽ. അതിന് മീനിങ് എന്താ, ഹൊറിസോണ്ടൽ റേഞ്ച് എവിടെ പോയി വീണു എന്നാണ് ചോദിക്കുന്നത്. ഇതാണ് ചോദിച്ചത്. ഓക്കെ, അങ്ങനെ ചോദിച്ചാൽ മതിയായിരുന്നു, പക്ഷെ അങ്ങനെ ചോദിക്കൂല. ഓക്കെ, അങ്ങനെ ചോദിച്ചാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയി. ഒന്ന് തല തിരിച്ച് ചോദിച്ചില്ലെങ്കിൽ എന്തൊരു സുഖമുള്ളേ. ഓക്കെ, അതാണ് പരിപാടി. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, അപ്പോൾ തന്ന കാര്യം എപ്പോഴും നിങ്ങൾ പറയുന്ന കാര്യമാണ് മക്കളെ. എൻ്റെ എല്ലാ സ്റ്റുഡൻസിനും പറയുന്നത് ഗിവൺ ദാറ്റ് എഴുതണം. ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്ത് വെക്കണം. പ്ലസ് 2 കണ്ടില്ലേ, ഡിലീറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭമാണ്. ഓക്കെ, ചിലപ്പോൾ കെമിസ്ട്രിയിലൊക്കെ ചില ഡിലീറ്റ് ഒക്കെ വന്നു എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ എന്തെങ്കിലും ചില കേസുകളൊക്കെ പോകുന്ന സമയത്തൊന്ന് എഴുതി തുടങ്ങി വെച്ച് ഇൻ കേസ് തെറ്റിക്കഴിഞ്ഞാലും ചിലപ്പോൾ ലോട്ടറി അടിച്ചാലോ ഇൻ കേസ് ബിരിയാണി കൊടുത്താലോ എന്നുള്ള കേസ്. അതുകൊണ്ട് എല്ലാം തെറ്റണമെന്നല്ല കേട്ടോ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, അറിയുന്നവർക്ക് എഴുതുക. ഇൻ കേസ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് തുടങ്ങി വെച്ചേക്ക്. ഇൻ കേസ് തെറ്റിറ്റായിട്ടുണ്ടെങ്കിൽ ഒന്ന് കയറി പോവാലോ, അല്ലെങ്കിൽ ഫുൾ മാർക്ക് ആണെങ്കിൽ ഉറപ്പിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ റിസൾട്ട് വരുന്നൊരു ടെൻഷൻ കിട്ടിയോ ആ ഒരു രീതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഗിവൺ ദാറ്റ് എപ്പോൾ അടിക്കുക, ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ടായിരുന്നു 28 m/s, ആംഗിൾ തന്നു 30 ഡിഗ്രി. ഞാനത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. മാക്സിമം ഹൈറ്റ് h = u² sin² θ/2g ആണ്. അവിടെ ഞാൻ വാല്യൂസ് കൊടുക്കുന്നു. u² എന്ന് പറയുമ്പോൾ 28², sin² θ എന്ന് പറയുമ്പോൾ എന്താ sin 30 ആണ്, തീറ്റ 30 ആണ്. അപ്പോൾ sin 30 എന്ന് പറയുമ്പോൾ 1/2 0.5 ആണ്. അതിൻ്റെ സ്ക്വയർ എടുത്തു, ഡിവൈഡ് ബൈ 2 × g 9.8 ചെയ്തപ്പോൾ എനിക്ക് 10 മീറ്റർ എന്നാണ് കിട്ടുന്നത്. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. ഇതിന് രണ്ടാമത്തെ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി എടുക്കണം. അങ്ങനെ തന്നിട്ടില്ല. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ t = 2u sin θ/g ആണ്. 2u യുവിൻ്റെ വാല്യൂ കൊടുത്തു 28, sin 30 തീറ്റൻ്റെ വാല്യൂ കൊടുത്തു, g ചെയ്തു. ഫൈനൽ ആൻസർ എനിക്ക് 2.86 സെക്കൻഡ് എന്നാണ്. ഈ ക്വസ്റ്റ്യൻ ഒരു ആവറേജ് ക്വസ്റ്റ്യൻ, ഈ ഒരു ഫോർമാറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാട്ടോ. മോഷൻ പ്ലെയിൻ്റെ ഈ ഭാഗത്ത് നിന്ന് പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും വളരെ സിമ്പിളായില്ല. ഇതിൻ്റെ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് വേറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് അത് കണ്ടു നോക്കാം. ഇത് ഒരു ആവറേജ് ക്വസ്റ്റ്യനാൽ കൂടുതൽ ചാൻസ് ഉള്ള ഒരു ലെവൽ, മീഡിയം ലെവലിൽ ക്വസ്റ്റ്യൻ ഇപ്പോൾ ചോദിക്കാറുണ്ട്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ റേഞ്ച് ആണ്. അത് u² sin 2θ/g ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റിനെ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചുകൊണ്ട് ഞാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്ന u cos θ × t. ഏത് ഉപയോഗിച്ചാലും ആൻസർ കറക്റ്റാണ്. u cos θ × t. അപ്പോൾ u തന്നിട്ടുണ്ട് 28, cos θ എത്രയാണ് 30 ഡിഗ്രി. അപ്പോൾ അത് കൊടുക്കുന്നു. പിന്നെ ഇൻറ്റു ടി ടൈം ഓഫ് ഫ്ലൈറ്റ് 2.86 കിട്ടി, അതിവിടെ കൊടുത്തു. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഫൈനൽ ആൻസർ കിട്ടിയിരുന്നു 69.27 മീറ്റർ കേട്ടോ. അതുപോലെ SI യൂണിറ്റ് ഏതാണ്ട് സെക്കൻഡ്, മീറ്റർ, അതിൽ മുകളിൽ മീറ്റർ, അതൊക്കെ കറക്റ്റ് ഇടണം കേട്ടോ. ഇതൊരു മോഡൽ പ്രോബ്ലം. അപ്പോൾ അതും കിട്ടിയില്ലേ. കൂടുതൽ ചാൻസിൽ ഒരു ഭാഗമാണ്. ഇതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒന്നേ ചോദിക്കും, മാക്സിമം ഹൈറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ്, അല്ലെങ്കിൽ 2 മാക്സിമം 3 എണ്ണത്തിൽ
ചോദിക്കാം, അവർ 3 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലം അതിനെ ചെയ്തിട്ടില്ല, നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 നമ്മൾ എത്തുകയാണ്. An insect trapped in a circular groove of radius 12 centimeter moves along the groove steadily and completes 7 revolutions in 100 seconds. അപ്പോൾ ഇൻസെക്റ്റ് കറങ്ങുന്ന ഒരു സർക്കുലർ പാത്തിൽ കൂടി റേഡിയസ് ഇത്രയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് 7 റെവല്യൂഷൻസ് 100 സെക്കൻഡ് എടുത്തിട്ട് 7 റെവല്യൂഷൻസ് ആ ഇൻസെക്റ്റ് കവർ ചെയ്യുന്നുണ്ട്. പറഞ്ഞു വരുന്നത് യൂണിഫോം സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. എന്നിട്ട് എങ്ങനെയാണ് ചോദിക്കുന്നത്, വാട്ട് ഈസ് ദ ആംഗുലാർ സ്പീഡ് ആൻഡ് ദർ ലീനിയർ സ്പീഡ് ഓഫ് ദ മോഷൻ? നമുക്കത് ആദ്യം ചെയ്യാം, എന്നിട്ട് വരാം. ആംഗുലാർ സ്പീഡും ലീനിയർ സ്പീഡും കണ്ടുപിടിക്കണം. അപ്പോൾ ലീനിയർ സ്പീഡ് എന്ന് പറയുന്നത് V = ആരാണ്? R⍵. അപ്പോൾ ആ റിലേഷൻ അറിഞ്ഞിരിക്കണം. V = R⍵ എന്ന് പറയുന്ന ഈ റിലേഷൻ മസ്റ്റാണ്. ബുദ്ധിമുട്ടില്ലാത്തൊരു ഡെറിവേഷൻ കൂടി പഠിക്കുക. ഫുൾ മാർക്കുള്ള കുട്ടി പ്രതീക്ഷിക്കുന്ന കുട്ടിയാണ് മക്കളെ. V = R⍵ ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ടാവണേ. ഓക്കെ, അപ്പോൾ V = R⍵ ആണ്. അപ്പോൾ ലീനിയർ വെലോസിറ്റി ആണ് V, ആംഗുലാർ വെലോസിറ്റി ആണ് മക്കളെ ω, R റേഡിയസ് ആണ്. അപ്പോൾ V കണ്ടുപിടിക്കണമെങ്കിൽ ലീനിയർ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ω വേണം. ക്വസ്റ്റ്യൻ റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ω കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ω കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ω കണ്ടുപിടിക്കുക. റേഡിയസ് ഉണ്ടോ? 12 സെൻറ്റിമീറ്റർ ഉണ്ട്, അത് സീനില്ല. അപ്പോൾ ω കണ്ടുപിടിക്കാം. 7 റെവല്യൂഷൻ കണ്ട അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. റെവല്യൂഷൻ ഓക്കെ എന്ന് തന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 100 സെക്കൻഡ് എടുത്തിട്ടാണ് 7 റെവല്യൂഷൻ കറങ്ങാൻ വേണ്ടി 100 സെക്കൻഡ് എടുക്കുന്നത്. അപ്പോൾ ന്യൂ = ആരാണ്? N/T അല്ലേ? അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര റെവല്യൂഷൻ? 7. അതാണ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റെവല്യൂഷൻ. T എത്ര സമയം എടുത്തോടാ? 100 സെക്കൻഡ് എടുത്തു. അപ്പോൾ ന്യൂ = ആരാ? 7/100. ഒരു റെവല്യൂഷൻ എത്ര സമയം എടുത്തിട്ടുണ്ടാകും? 7 റെവല്യൂഷൻ 100 സെക്കൻഡ് എടുത്തിട്ടുണ്ടാകും. ഒരു റെവല്യൂഷൻ ആണെങ്കിലോ 7/100 എടുത്തിട്ടുണ്ടാകും. അതിനെയല്ല നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ന്യൂ കിട്ടി. അപ്പോൾ ന്യൂ കിട്ടിക്കഴിഞ്ഞാൽ ω കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാലോ. ω = ആരാണ്? 2πν. അപ്പോൾ 2 × π × ന്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? 7/100 ആണല്ലോ. ഇവിടെ കിട്ടിയത് 7/100 കൊടുക്കുന്നു. ഈ 100ഉം 2ഉം കട്ട് ചെയ്യാം. അപ്പോൾ 7π താഴെ ആരുണ്ടാകും? ഒരു 50 ഉണ്ടാകും. അതാണ് ω. ക്ലിയർ ആണോ? അപ്പോൾ നമുക്കത് കിട്ടി 7/50. അപ്പോൾ V = R 12 സെൻറ്റിമീറ്റർ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ 12 ഇവിടെ എഴുതാം. V = 12 സെൻറ്റിമീറ്റർ മീറ്റർ ആക്കാൻ 10⁻². പിന്നെ ആരുണ്ട്? 7π / ആര് ചെയ്യണം? 50 ചെയ്ത് കഴിഞ്ഞാൽ പൈൻ്റെ വാല്യൂ 3.14 കൊടുക്കുക. ഓക്കെ, 3.12 × 10⁻² × 7 × 3.14 / 50 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് V സംതിങ് എന്ത് കിട്ടൂടാ? മീറ്റർ/സെക്കൻഡിൽ ആൻസർ കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾക്ക് ലീനിയർ വെലോസിറ്റി കിട്ടി. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ലീനിയർ സ്പീഡ്, ആംഗുലർ സ്പീഡ് കണ്ടുപിടിച്ചു. അതിൻ്റെ കൂടെ ലീനിയർ സ്പീഡ്, കാരണം ലീനിയർ സ്പീഡ് എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ലീനിയർ സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആംഗുലർ സ്പീഡ് സ്വാഭാവികം കണ്ടുപിടിക്കണം. അതും അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല കാര്യം, ആയിക്കോട്ടെ. ദെൻ അതിൽ B പാർട്ട് ഈസ് ദ ആക്സിലറേഷൻ വെക്റ്റർ എ കോൺസ്റ്റൻറ്റ് വെക്റ്റർ. എന്താ കോൺസെപ്റ്റിൽ ചോദിച്ചു. ഈ യൂണിഫോം സർക്കുലർ മോഷനിലുണ്ടാകുന്ന ആക്സിലറേഷൻ വെക്റ്റർ ഒരു കോൺസ്റ്റൻറ്റ് വെക്റ്റർ ആണോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലുമല്ല. ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതൊന്നും അറിഞ്ഞിരിക്കുക. ആക്സിലറേഷൻ ഒരു കോൺസ്റ്റൻറ്റ് വെക്റ്റർ അല്ല. യെസ് ഓർ നോ ആണ്. അപ്പോൾ ആൻസർ എന്താ വരിക? നോ ആണ് ആൻസർ വരിക. പിന്നെ അതിൻ്റെ കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? മാഗ്നിറ്റ്യൂഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നമ്മളത് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക? ഓക്കെ, അത് കാണിച്ചു തരാം. നമുക്ക് തൊട്ട് മുമ്പ് V കിട്ടി, ലീനിയർ വെലോസിറ്റി കിട്ടിയിട്ടുണ്ട്. നമ്മൾക്കിവിടെ ആക്സിലറേഷൻ എന്ത് ആക്സിലറേഷനാണ്? അത് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ അല്ലേ? അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ എന്താ? സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ AC. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, AC = ആരാ? V²/R അല്ലേ? അല്ലെങ്കിൽ ω വെച്ചിട്ടാണെങ്കിൽ ω² × R പ്രശ്നമില്ല. തൊട്ട് താഴെ നമ്മൾ V കണ്ടുപിടിച്ചില്ല. ഇതാണ് V. ഈ Vൻ്റെ സ്ക്വയർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ Vൻ്റെ വാല്യൂ കിട്ടി. അതിൻ്റെ സ്ക്വയർ ചെയ്യുക ഇൻറ്റു നമ്മളത് ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക? നമ്മൾ റേഡിയസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ V² ചെയ്യുന്ന സമയത്ത് നോക്കി ചെയ്താൽ മതി, പ്രശ്നമില്ല. ഓക്കെ, അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടും സംതിങ് മീറ്റർ/സെക്കൻഡ്² കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ക്വസ്റ്റ്യൻ അതിൻ്റെ ബാക്കി ചെയ്തും ഇക്വേഷൻ സെക്കൻഡ് വൺ ആക്സിലറേഷൻ ഇക്വേഷൻ AC = V²/R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സിലറേഷൻ കിട്ടും. ആക്സിലറേഷൻ ഒരു കോൺസ്റ്റൻറ്റ് വെക്റ്റർ ആണോ? അല്ല. ക്ലിയർ ആയില്ലേ? അതാണ് കൂടെ കുട്ടികളെ മാഗ്നിറ്റ്യൂഡ് ചെയ്തേക്കാം. ചിലപ്പോൾ ഒന്ന് സ്റ്റക്ക് ആവും. യെസ് ഓർ നോ ആണോ? നോ എഴുതാലേ യെസ് എഴുതാലെന്ന് ചെറിയൊരു ഡൗട്ട് വരും. നോ ആണ് കേട്ടോ ആൻസർ. ക്ലിയർ ആണ്. അപ്പോൾ 2 മോഡൽ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ദെൻ നെക്സ്റ്റ് വേറൊരു മോഡലുണ്ട്. നമ്മൾ ആദ്യ ഭാഗം പാരലലോഗ്രാം ഓഫ് വെക്റ്റർ അഡീഷൻ്റെ ഭാഗത്ത് ഒരു മോഡൽ, ഒരു ആവറേജ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടഫ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് വന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ മോഷൻ പ്ലെയിനിൽ തന്നെ കിടക്കുന്നുണ്ട് പ്ലേലിസ്റ്റിൽ.
ദെൻ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ, വേറൊരു മോഡലാണ് 2 ഫോഴ്സസ് ഓഫ് 2 ന്യൂട്ടൻ്റെയും 3 ന്യൂട്ടൻ്റെയും റിസൾട്ടൻറ്റ് 4 ന്യൂട്ടൺ ആണെങ്കിൽ ഈ 2 ന്യൂട്ടണും 3 ന്യൂട്ടണും തമ്മിൽ ആംഗിൾ എന്താ പറയുക, 2 വെക്ടറുകളുണ്ട് അല്ലെങ്കിൽ 2 ഫോഴ്സസുകളുണ്ട്, 2 ന്യൂട്ടണുണ്ട് 3 ന്യൂട്ടണുണ്ട്, ഇവരുടെ റിസൾട്ടൻ്റ് ആണ് 4 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ ഈ 2 ന്യൂട്ടണും 3 ന്യൂട്ടണും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ വാല്യൂ 2 ന്യൂട്ടൺ എന്ന് എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കത് കളർ മാറ്റി പിടിക്കാം, കളർ റെഡ് അടിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ വാല്യൂ 2 ന്യൂട്ടൺ ആണ്, ബീൻ്റെ വാല്യൂ 3 ന്യൂട്ടൺ ആണ്. നമ്മൾ റിസൾട്ടൻറ്റിനെ R എന്ന് വിളിക്കാം. R = 4 ന്യൂട്ടൺ. മാഗ്നിറ്റ്യൂഡുകൾ മാത്രം അവിടെ നോട്ട് ചെയ്യാം, വെക്റ്റർ ഒന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ ഇക്വേഷൻ അത് R = √(a² + b² + 2ab cos θ) ആണ്. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം റൂട്ട് പോയി കിട്ടിയിട്ടുണ്ട്, a² + b² + 2ab cos θ. ഈ തീറ്റയാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഇവിടെ ആറിൻ്റെ വാല്യൂ എത്രയാണ്? 4. അപ്പോൾ R² എന്ന് പറയുമ്പോൾ 4², a² എന്ന് പറയുമ്പോൾ 2², b² എന്ന് പറയുമ്പോൾ 3², പിന്നെ 2 × a × b, അപ്പോൾ 2 × 3 × 4 × cos θ. ബാക്കിയൊന്നുമില്ലടാ, ആ തീറ്റ കണ്ടുപിടിക്കുക, ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, സെറ്റ് ചെയ്യുക. അവിടെ എന്ത് വന്നു? 4ൻ്റെ സ്ക്വയർ 16, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, പിന്നെ 2 × 3 × 4, 2 × 3 6, 6 × 4 24 cos θ. അപ്പോൾ 16ഉം 4 + 9 എന്ന് പറഞ്ഞാൽ 13 ആണ്. ഈ 13ഉം 16ഉം മൈനസ് ചെയ്യണം, അല്ലെങ്കിൽ 13 ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് 16 - 13 വരും. അപ്പോൾ അവിടെ 3 ഉണ്ടാകും, പിന്നെ ഇവിടെ 24 cos θ ഉണ്ടാവും. അപ്പോൾ 3 = ആരെ കിട്ടുന്നുണ്ട്? 24 cos θ. അപ്പോൾ 3 = 24 cos θ ആണെങ്കിൽ cos θ എന്താണ്? 3 ഡിവൈഡഡ് ബൈ 24 അല്ലെങ്കിൽ × 24 ഇപ്പുറത്തേക്ക് വരുന്നു, LHSലേക്ക് വരുന്ന സമയത്ത് അത് ഡിവൈഡഡ് ബൈ ആകുന്നു. അപ്പോൾ 3/24 = cos θ കിട്ടി. 3/24 എന്ന് പറഞ്ഞാൽ എന്താ? 1/8 ആണ്. അപ്പോൾ 1/8 = cos θ, അല്ലെങ്കിൽ cos θ = 1/8. അപ്പോൾ θ = ആരാ? കോസിനെ അങ്ങോട്ട് എടുത്താൽ പോരെ. അപ്പോൾ θ = ആരാ? cos ഇൻവേഴ്സ് ഓഫ് 1/8. ക്ലിയർ ആണോ? ഈ മോഡൽ കൂടി ഒന്ന് പഠിച്ചു വെക്കുക. അത് അത്ര റിപ്പീറ്റ് അല്ല, ബട്ട് ഫുൾ മാർക്ക് വേണ്ട കുട്ടികൾക്കാണ് ഞാൻ ആ മോഡൽ ചെയ്തത്. ക്ലിയർ ആണോ നമുക്ക്? പിന്നെ റെയിൻഫോൾ ചെയ്യുന്ന കേസൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പം ഇത് വരാനുള്ള ചാൻസ് ഇല്ല, കാരണം റിലേറ്റീവ് ഒക്കെ ഡിലീറ്റ് ആയി പോയ കേസില്ലേ. റെയിൻഫോൾ ചെയ്യുന്ന ഒരു ദിവസം പെട്ടെന്ന് റെയിൻഫോൾ ചെയ്യുന്നിട്ട് നമ്മൾ വെക്റ്റർ കേസ് വരക്കുന്നില്ലേ. ഓക്കെ, എല്ലാം കഴിഞ്ഞ ഒരു കുട്ടിയാണെങ്കിൽ അതൊന്ന് നോക്കി വെക്കണം കേട്ടോ. ആർക്കും വേണമെങ്കിൽ ചോദിച്ചോ, ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആ ഒരു മോഡൽ കഴിഞ്ഞു. പിന്നെ ഒരു റെയർ ക്വസ്റ്റ്യൻ സെഷൻ എന്തായാലും എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. നമുക്ക് റെയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് പാത്ത് ഓഫ് എ പ്രൊജക്റ്റൈൽ? ഒരിക്കലും റെയർ അല്ല. വേഗം ഇതെന്താ സാർ ഇങ്ങനെ പറയുന്നത്? ഷേപ്പ് ഓഫ് പാത്ത് റെയറോ? അല്ലാതെ എപ്പോഴും വൺ വേർഡ് വരുന്നതാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതെന്താണ്? പരാബോളയാണ്. പ്രൊജക്റ്റൈലിൻ്റെ ഷേപ്പ് ഓഫ് പാത്ത് അല്ലെങ്കിൽ ട്രജക്ടറി, അങ്ങനെ ചോദിക്കണം. ആ വേർഡ് വയ്ക്കുക, ട്രജക്ടറി ഓഫ് എ പ്രൊജക്റ്റൈൽ. അതെന്ത് തന്നെയാണ്? പരാബോള തന്നെയാണ്. ബട്ട് ഞാൻ അവിടെ കൊടുത്തത് എന്തല്ല മക്കളെ, അതെന്താണെന്നല്ല ചോദിച്ചത്, അതിൻ്റെ ഷേപ്പ് ഓഫ് പാത്ത് ഓഫ് എ പ്രൊജക്റ്റൈലിൻ്റെ താഴെ ഒരു സാധനം ടൈപ്പ് ചെയ്ത് വെച്ചാൽ കാണുന്നുണ്ടോ നിങ്ങൾ? പ്രൂഫ് കേട്ടോ, പ്രൂഫ്. ഫുള്ള് പഠിച്ച കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടിക്കാണ് ഞാൻ ഈ ഒരു കേസ് എടുത്ത് പറയുന്നത്. എല്ലാവരും പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചോളുക. ഏത് കേസ്? പ്രൂഫ്. ഷേപ്പ് ഓഫ് പാത്ത് ഓഫ് എ പ്രൊജക്റ്റൈൽ, നമ്മൾ പരാബോളയുടെ ജനറൽ ഇക്വേഷൻ ഓഫ് പരാബോളയും അതുപോലെ തന്നെ നമ്മൾ ഈ പ്രൊജക്റ്റൈലിൻ്റെ കേസിൽ വരുന്ന ഇക്വേഷനും നോക്കുന്ന സമയത്ത് ഒരേപോലെ കിട്ടുന്നു. അതിൻ്റെ ഫൈനൽ ആൻസറിനെ ഇവിടെ പറയാം. ആർക്കും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചോ, നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാം. ഞാനത് എടുത്ത് വീഡിയോ ചെയ്ത് എനിക്ക് ഓർമ്മയില്ല. y = x tan θ മൈനസ് gx² ഡിവൈഡ് ബൈ u² cos² θ എന്ന് പറയുന്ന ഈ ഇക്വേഷനാണ് നമ്മൾക്ക് പ്രൊജക്റ്റൈലിൻ്റെ കേസിൽ ചെയ്താൽ കിട്ടുന്നത്. ഓക്കെ, അവിടെ നോർമലി മറ്റേ പരാബോളിൻ്റെ കേസിൽ വരുമ്പോൾ y = ax + bx² ഫോർമാറ്റ് ഉണ്ടാവുക, ax² + bx². അപ്പോൾ ഈ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന ഇക്വേഷൻ. അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഈ ഒരു ട്രജക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാബോളയാണ്. നോർമലി ചോദിക്കുക, ഇപ്പോഴും കൂടുതൽ ചാൻസും തന്നെയാണ് ഷേപ്പ് ഓഫ് പാത്ത് ഓഫ് എ പ്രൊജക്റ്റൈൽ. അതെല്ലാ മക്കളും പഠിച്ചിട്ടുണ്ടാവും. ഞാൻ എടുത്ത് പറഞ്ഞല്ലോ, ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഫുൾ എന്ത് ചെയ്യണം, പ്രൂഫും കൂടി പഠിക്കാൻ വേണ്ടി നോക്കാം. അതർവൈസ് പരാബോളയാണോ? ഓക്കെ, മതി, ദാറ്റ്സ് ഇറ്റ് സെൽഫ്. ഓക്കെ, ഷേപ്പ് ഓഫ് പാത്ത് ഓഫ് എ പ്രൊജക്റ്റൈൽ ഓർ ട്രജക്ടറി ഓഫ് പ്രൊജക്റ്റൈൽ പരാബോളയാണ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ പ്രൂഫും കൂടി പഠിക്കണം. ആ ഫൈനൽ ഇക്വേഷനാണ് y = x tan θ മൈനസ് gx² ഡിവൈഡ് ബൈ u² cos² θ, അല്ലെങ്കിൽ 2u² cos² θ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ u2 ഉണ്ടെന്ന് ചെറിയ ഡൗട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് ഫൈനൽ ആൻസർ വരുന്നത്. ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് കിട്ടും. നോർമലി ഡെറിവേഷനാണ് ചോദിക്കുക, ഇൻകേസ് ചോദിക്കുന്നത് ഡെറിവേഷനാണ്. അപ്പോൾ നമുക്കത് കിട്ടും കേട്ടോ. ഇൻകേസ് ആർക്കും ഡെറിവേഷൻ വേണം മക്കൾ പറഞ്ഞു, നമുക്കത് മാത്രം വേണം വീഡിയോ ചെയ്ത് തരാം ഞാൻ ഫ്രീ ആകുമ്പോൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. അതിന് ശേഷമാട്ടോ നിങ്ങളുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഹോംവർക്ക് എവിടെ? ഹോംവർക്ക് കോൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻ, യുവർ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞ് അടുത്ത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, കാരണം നിങ്ങൾ എൻ്റെ ഭാഗം
ഭാഗമായിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. നമുക്ക് ഒരുമിച്ച് അത് വൺ വേർഡ് സെഷനിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാണ്. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ വിളിക്കുന്ന പേര് വെക്ടർ. അപ്പോൾ നമുക്ക് വെക്ടറിൻ്റെ ഡെഫിനിഷൻ കിട്ടി. ഓൺലി മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ അത് സ്കേലാർ ആണെന്നുള്ള ഡെഫിനിഷൻ കിട്ടി. താഴെ കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. അത് സ്കേലാസും വെക്ടേഴ്സുമായിട്ട് ക്ലാസിഫൈ ചെയ്യുക. പറഞ്ഞു വായിക്കുമ്പോൾ തന്നെ പറഞ്ഞു ഫോഴ്സ് സ്കേലാർ ആണോ വെക്ടർ ആണോ? നിങ്ങൾ വായിൽ വന്നിട്ടുണ്ടായാലും ഫോഴ്സ് ആരാണ്? വെക്ടർ ആണ്. ആംഗുലാർ മൊമെൻറ്റം സ്കേലാർ ആണോ വെക്ടർ ആണോ? വെക്ടർ ആണല്ലേ. ടൈം എന്താണ്? സ്കേലാർ ആണല്ലേ. വർക്ക് എന്താണ്? സ്കേലാർ ആണല്ലേ. ക്ലിയർ ആണല്ലോ, അതറിയാലോ, അത് പഠിച്ചിട്ടുണ്ടാവണം. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ട്രജക്ടറി ഫോളോഡ് ബൈ ദ പ്രൊജക്ടൈൽ? പ്രൊജക്ടൈൽ ട്രാവൽ ചെയ്യുന്ന ഷേപ്പ് ഓഫ് പാത്തിൻ്റെ ഷേപ്പ് എന്താണ്? ട്രജക്ടറി എന്താണ്? എലിപ്സ് ആണോ? അല്ല. സ്ട്രെയിറ്റ് ലൈൻ ആണോ? അല്ല. സർക്കിൾ ആണോ? അല്ല. ആരാണ് മക്കളെ? പാരാബോള. നമുക്കറിയാം അതിൻ്റെ പ്രൂഫാണ് തൊട്ട് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ മൂന്നാമത്തെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഡെറിവേഷൻസും പ്രോബ്ലംസും എല്ലാം കഴിഞ്ഞ് വൺ വേർഡ് എല്ലാം ഉണ്ട് മക്കളെ. ഇന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കിട്ടാൻ വേണ്ടി ഹോംവർക്ക് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ കുറച്ചാളാണ് മതി, നിങ്ങൾക്ക് ഫുള്ളി ഞാൻ അടുപ്പിച്ച് തരാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ആംഗുലാർ വെലോസിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി. നമ്മൾ സർക്കുലർ മോഷൻ, യൂണിഫോം സർക്കുലർ മോഷൻ്റെ ആ ഭാഗത്താണ്, ലാസ്റ്റ് ഭാഗത്ത്. ഓക്കെ, ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്, അതായത് d/dt ഓഫ് എന്താണ് ചെയ്യേണ്ടത്? ആംഗുലാർ ആക്സിലറേഷൻ ആണോ? അല്ല. ആംഗുലാർ ഡിസ്റ്റൻസ് ആണോ? അല്ല. ടോർക്ക് ആണോ? അല്ല. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എടുത്തു കഴിഞ്ഞാലാണ് ആംഗുലാർ വെലോസിറ്റി കിട്ടുക. അതായത് ഒമേഗ ഈക്വൽ ടു ആരുടെ? d(θ/dt) അല്ലേ? ഈ തീറ്റ അല്ലേ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ക്ലിയർ ആണോ? അപ്പോൾ അങ്ങനത്തെ നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ ആൾ കുട്ടികൾ നോക്കാത്തൊരു ടോപ്പിക് ആയിരിക്കും. നിങ്ങൾക്കത് കിട്ടി. ഇനി വരുമോ ഇല്ലോ നമുക്ക് പിന്നെ നോക്കാം. എങ്കിലും നിങ്ങളത് സേഫായി. ഇതൊക്കെ ഇൻസൈഡിലുള്ള കാര്യമാണ് കേട്ടോ മക്കളെ. കാരണം നിങ്ങളത് പറഞ്ഞ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അവർ ഇനി അറിയാത്തതുകൊണ്ട് പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ബട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി കിട്ടിക്കോട്ടെ. ഓക്കെ, ദെൻ സോറി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നാലാമത്തെ വൺ വേർഡ് സെഷൻ. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് മോഷൻ ഇൻ 2 ഡയമെൻഷൻ. താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 ഡയമെൻഷൻ മോഷന് എക്സാമ്പിളായിട്ട് വരുന്ന ആളാരാണ്? ഒന്നാമത്തെ, മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ എനി ഡയറക്ഷൻ. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞു അത് 1 ഡയമെൻഷൻ അല്ലേ. ബേർഡ് ഫ്ലൈ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റിയ 2 ഡയമെൻഷൻ ആണെന്ന്? ഒരിക്കലും അത് 3 ഡയമെൻഷൻ ആണ്. ഫ്ലൈയിങ് കൈറ്റിൻ്റെ സിറ്റുവേഷൻ, പട്ടത്തിൻ്റെ കേസ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടാകും. അതും സ്പേസിലാണ്, 3 ഡയമെൻഷനാണ്. ഏത് എക്സാമ്പിളാണ്? പ്രൊജക്റ്റൈൽ മോഷൻ എന്തിന് എക്സാമ്പിളാണ്? 2 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിൾ ആണ്. അതുകൊണ്ടല്ലേ നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ക്ലിയർ ആണോ? അതുപോലെ സർക്കുലർ മോഷനൊക്കെ 2 ഡയമെൻഷൻ എക്സാമ്പിളാണ്. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനാണ്, ഞാൻ പറയില്ല കേട്ടോ, കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇപ്രാവശ്യം ഈ വീഡിയോയിൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഞാൻ കോൺസെപ്റ്റ് അങ്ങനെയല്ല, ചില ക്വസ്റ്റ്യൻസ് വേറെ രീതിയിലൊക്കെ ചിലപ്പോൾ പ്രോബ്ലം ഹോംവർക്ക് തരാറുണ്ട്. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഞാൻ തന്നത് കാരണം ഹോംവർക്കിനെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞു, 1 വേർഡും ചെയ്ത് കഴിഞ്ഞു. കുറച്ച് കോൺസെപ്ച്വൽ 1 വേർഡ് മിക്സ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഹോംവർക്ക് ക്വസ്റ്റ്യൻ മക്കൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്കനുസരിച്ച് ആവേശമുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ക്വസ്റ്റ്യൻ മാത്രമേ വായിക്കുള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് എസ് ഓർണ ക്വസ്റ്റ്യൻ പോലെയൊക്കെയാണ്. ഈസ് ദ വെലോസിറ്റി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ എ കോൺസ്റ്റന്റ് വെക്ടർ? യൂണിഫോം സർക്കുലർ മോഷനിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് വെക്ടർ ആണോ അല്ലയോ എന്ന് മാത്രമേ എസ് ഓർണ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇംഗ്ബേസ് പറ്റുവാണെങ്കിൽ നോ ആണെങ്കിൽ ബിഗ് വൈ ജസ്റ്റിഫൈ ആൻസർ, യെസ് ആണെങ്കിൽ ജസ്റ്റിഫൈ കൂടെ എഴുതാട്ടോ, ജസ്റ്റിഫൈ ആൻസർ. ദെൻ ബി പാർട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദി ഡിറക്ഷൻ ഓഫ് വെലോസിറ്റി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ? കാരണം അവിടെ നിന്നാണ് കോൺസെപ്റ്റിൽ കൂടുതൽ ചോദിക്കാൻ ചാൻസ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഒരു 3 ക്വസ്റ്റ്യനെ സർക്കുലർ മോഷൻ, യൂണിഫോം സർക്കുലർ മോഷൻ്റെ ഭാഗത്ത് നിന്ന് ഇട്ടിരിക്കുന്നത്. ഓക്കെ, വെലോസിറ്റി യൂണിഫോം സർക്കുലർ മോഷനിൽ ബോഡിയുടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഒന്ന് കമൻറ്റ് ചെയ്യുക. മൂന്നാമത് നമ്പർ ഇട്ട് കമൻറ്റ് HW ഹോംവർക്ക് ക്വസ്റ്റ്യൻ 1 ആൻസർ 2 ആൻസർ അങ്ങനെ കമൻറ്റ് ചെയ്യട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈസ് ദർ എനി ആക്സിലറേഷൻ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ? യൂണിഫോം സർക്കുലർ മോഷനിൽ ആക്സിലറേഷൻ ഉണ്ടാകുമോ ഇല്ലയോ? ഇത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തു, ഒരു പ്രോബ്ലം ചെയ്ത് ഓർമ്മയുണ്ടോ? ഇൻസെക്റ്റിൻ്റെ ഭാഗത്ത് ഒന്ന് ചിന്തിച്ച് നോക്കട്ടോ. തെറ്റിക്കല്ലേ, 1 വേർഡ് ആകുമ്പോൾ നമുക്ക് തെറ്റാനുള്ള ചാൻസ് കൂടുതൽ, 50-50 അല്ലേ പ്രോബബിലിറ്റി. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ, വെക്ടേഴ്സ് ലൈയിങ് ഇൻ ദ സെയിം ഓർ parallel to the same plane are called? Vectors lying in the same or parallel to the same plane are called? വെക്ടേഴ്സിൻ്റെ ആദ്യ ഭാഗത്ത് റയർ ആയിട്ടുള്ളൊരു കാര്യമാണത്. വെക്ടേഴ്സ് പല ടൈപ്സ് പറയാറുണ്ട്. ഈക്വൽ വെക്ടേഴ്സ്, യൂണിറ്റ് വെക്ടർ, സീറോ വെക്ടേഴ്സ്, പ്ലാനാർ വെക്ടർ, കോപ്ലാനാർ വെക്ടർ, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. അപ്പോൾ ഇതിലേത് വെക്ടറാണ് എന്താ പറഞ്ഞാൽ? വെക്ടേഴ്സ് ലൈയിങ് ഇൻ ദ സെയിം ഓർ പാരലൽ ടു ദ സെയിം പ്ലെയിൻ. സിമ്പിളാണ്. ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ.
ഇതാണ് മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മോഷൻ പ്ലെയിൻ്റെ എല്ലാ ഭാഗവും അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഡെറിവേഷൻസിൻ്റെ ഈ സാരം പഠിക്കാത്തതുണ്ടെങ്കിൽ മക്കൾ നിങ്ങൾക്ക് NCERT ബേസ്ഡ് ആയിട്ടുള്ള ഡെറിവേഷൻസ് വേണോ, സ്റ്റെപ്സ് മുക്കിയിട്ടൊന്നും ചെയ്തിട്ട് ഫുൾ മാർക്ക് അടിക്കാമെന്ന് വിചാരിക്കേണ്ടേ. ഫുൾ മാർക്ക് വേണ്ട കുട്ടികൾ സ്റ്റെപ്സ് ഫുള്ള് പഠിച്ചിട്ടുണ്ടാവണം. ഫിഗറൊക്കെ നല്ല നീറ്റായിട്ട് ക്ലീൻ എത്ര നീറ്റായിട്ട് വരയ്ക്കാൻ പറ്റുമോ അതിൻ്റെ കോൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് വരച്ചിട്ടുണ്ടാവണം. അങ്ങനെയുള്ള ഡെറിവേഷൻ വേണമെങ്കിൽ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഫോളോ അപ്പ് ചെയ്തോ, പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്, വീഡിയോസ് ഒന്ന് കാണാം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണ് വിചാരിക്കുന്നു. എല്ലാ ഭാഗം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മോഷൻ പ്ലെയിൻ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. തൊട്ടുമ്പോൾ സ്ട്രേറ്റ് ലൈനും യൂണിറ്റ്സ് മെഷർമെൻറ്റ്സും കഴിഞ്ഞു. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. പിന്നീട് നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം എൻ്റെ പ്ലാന് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് അനലൈസ് ചെയ്യുക, അത് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. ചാപ്റ്റർ ഫുൾ ആയത് +1 ഫുൾ കേട്ടോ. നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് 2017, 16, 15, 14 ഞാൻ അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. ക്ലിയർ ആണോ? അപ്പോൾ അത് നിങ്ങൾ പറയാം, ടൈമിനനുസരിച്ച് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട്, ഷുവലി ഞാൻ ചെയ്തു തരാം. ഓക്കെ ആണോ? ഓക്കെ അല്ല മക്കളെ? സോ നിങ്ങളുടെ സജഷൻസ് അറിയിക്കുക, ഹോംവർക്ക് ക്വസ്റ്റ്യൻസിനെ കുറിച്ചും അതിൻ്റെ ആൻസേഴ്സും അറിയിക്കുക. അടിപൊളി അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കട്ടോ. നെക്സ്റ്റ് സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു.